പരാതിയും പരിഭവവും ഒക്കെ ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴും നാടൻ പാട്ടിന്റെ മത്സരം ആവേശപൂർവ്വം ഇവിടെ പുരോഗമിക്കുകയാണ്. എന്നോടൊപ്പം ആര്യയുണ്ട്. ആര്യ ഒറ്റയ്ക്കല്ല, ആര്യയോടൊപ്പം ഒരു സംഘം തന്നെയുണ്ട്. ഇത് നമ്മുടെ തൃശൂർ മാർത്തോമ സ്കൂളിലെ നാടൻ പാട്ടിനായി ഇവിടെ കൊല്ലത്ത് മത്സരത്തിന് എത്തിയവരാണ്. എന്താണ് ആര്യ ഇവരുടെ വിശേഷം? ഇവര് നമ്മുടെ ഡി വിനയകുമാർ വിനയചന്ദ്ര വേദിയിലെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്, റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ കൂടെ ഉള്ളത് സെയിം ടീമുമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ പാട്ടിലേക്ക് തന്നെ പോവാം അല്ലെ, നാടൻ പാട്ടിലേക്ക് തന്നെ പോവാം അല്ലെ. തുടങ്ങി. പണിക്കരുടെ കളരിമാനോ ഐശ്വര്യ, നമ്മുടെ വൈബ് തന്നെ മാറിയല്ലേ ഒരു നാടൻ പാട്ട് കേട്ടപ്പോഴത്തേക്ക്? അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ അല്ല നമ്മൾ ഇപ്പൊ ഈ പാട്ട് തുടങ്ങിയതിന് ശേഷം കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? നല്ലപോലെ ഞങ്ങൾ ഞങ്ങളുടേതായ റിസൾട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര നാളെ എടുത്ത എഫേർട്ട് അവിടെ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണോ ഇങ്ങനെ സംസ്ഥാന കലോത്സവത്തിൽ? ആദ്യമായിട്ടാ. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പൊ സെറ്റായി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? ആദ്യമായിട്ട് വേദിയിൽ, സംസ്ഥാന കലോത്സവ വേദിയിലെത്തുന്ന ഒരു അനുഭവം. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, ഇക്കൊല്ലം വന്നപ്പോ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം കോഴിക്കോടായിരുന്നെങ്കിലും ഇക്കൊല്ലം വേറൊരു. കഴിഞ്ഞ തവണയും പങ്കെടുത്തിരുന്നു? കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, നാടൻ പാട്ടിന് തന്നെയായിരുന്നു. ഇക്കൊല്ലം പങ്കെടുക്കാൻ പറ്റി. വന്നിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, നല്ല വൈബൊക്കെയാണ്. സീനറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടല്ല കൊല്ലത്ത്, ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ വേദിയിലെ ഈ പെർഫോമൻസിനെ പറ്റിയിട്ടേ ചെറിയ ചില പരാതികളൊക്കെ ഉണ്ടല്ലോ,
അതായത് നിങ്ങൾക്ക് അത്ര സ്പേസ് പോരാ അങ്ങനെ തോന്നിയോ? ഇരിക്കണേനൊരു ട്രബിൾ വന്നു. ഞങ്ങളിങ്ങനെ നേരത്തെ ഇരിക്കണ കാരണം പകുതി പേരെ കാണില്ല എന്നൊക്കെ ഒരു ട്രബിൾ വന്നു. അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. ചെറിയ വേദിയായി പോയി അല്ലേ? ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഈ മൈക്കിന് എന്തെങ്കിലും നിങ്ങൾക്ക് പെർഫോം ചെയ്തപ്പോൾ പ്രശ്നം പറ്റിയോ? മൈക്കിന് ചിലതിന് സൗണ്ട് കുറവായിട്ട് തോന്നി. പിന്നെ കുഴപ്പമില്ല. എനിക്ക് കിട്ടിയ മൈക്കിന് ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. ആര്യ ആദ്യമേ വന്ന് എന്നോടൊന്നും ചോദിക്കല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് എന്റെ കൂടെ ഇരിക്കുന്ന ഈ രണ്ടുപേര്. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേജിലെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം ചെയ്യാൻ പറ്റി, നല്ലോണം ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണ്. എനിക്കൊന്നും പറയാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊല്ലത്ത് വന്ന് എവിടെ സ്ഥലം? തൃശ്ശൂര് തന്നെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കൊല്ലത്തെ കലോത്സവം? അടിപൊളിയായിരുന്നു. അപ്പൊ അതാണ് എൽദോ ഇവിടുത്തെ ഒരു വൈബ്. നാടൻ പാട്ടിന്റെ ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സംസാരിച്ചിരുന്ന കുട്ടികളല്ല, പെർഫോമൻസ് തുടങ്ങിയപ്പോഴത്തേരും ഇവിടെ വേറൊരു വൈബായി മാറി. അങ്ങനെയാണ് ആ ഒരു മത്സരവും പുരോഗമിക്കുന്ന അതേ ആവേശത്തോടു കൂടിയാണ്. ചെറിയ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കടത്തിവെട്ടി അങ്ങേയറ്റം ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്.